काश वो तैबा का सफर कैसा लगेगा रख दूं। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പിതാവാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു വരികയാണ്. കയറി വന്നിട്ട് ചോദിച്ചു, മോളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നതുപോലത്തൊരു ദുആ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഉപ്പ, ഏതാണ് ആ പ്രാർത്ഥന? എത്ര വലിയ കടം ഒരുത്തനക്കുണ്ടെങ്കിലും ആ കടം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പെട്ടെന്ന് വീട്ടിത്തരാനുള്ളൊരു പ്രാർത്ഥന മുത്തുനബി എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന ഈസബിനു മറിയം റളിയല്ലാഹു അൻഹുമാ, മറിയം ബീബി റളിയല്ലാഹുവിന്റെ മകനാകുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. അവിടെ നിന്ന് അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ പ്രാർത്ഥന മുത്തുനബി എനിക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന എനിക്ക് വലിയ കടം ഉണ്ടാകുന്ന എനിക്ക് വലിയ പേടിയായിരുന്നു. ഒരിക്കൽ എനിക്ക് വലിയൊരു സംഖ്യ കടം വന്നു. എങ്ങനെ വീട്ടണം എന്ന് എനിക്കറിയാതെ ഞാൻ പേടിച്ചു നിൽക്കുമ്പോഴാണ് മുത്തുനബി എനിക്ക് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നത്. ഞാൻ ആ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ആ വലിയ കടം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വീട്ടി തന്നു. ഏതാണ് ഉപ്പ ആ പ്രാർത്ഥന? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ ഉപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന ആ പ്രാർത്ഥന, അല്ലാഹുമ്മ ഫാരിജൽ ഹംനി കാശ്വൽ ഗമ്മി മുജീബ ദഅവത്തൽ മുൽതറീന റഹ്മാനദ് ദുനിയ വൽ ആഖിറ വറഹിമഹുമ്മ അൻത തർഹമനി ഫർഹംനി ബിറഹ്മതി തുഅനീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയട്ടെ, ഉമൈസ് റളിയല്ലാഹു അൻഹയുടെ ഉമൈസിൻ്റെ പുത്രി അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് വലിയൊരു സംഖ്യ ആയിഷ ബീവി കടം കൊടുക്കേണ്ടി വന്നു. ആയിഷ ബീവി പറയാണ്, എൻ്റെ കുടുംബക്കാരുടെ മുഖത്ത് പോലും എനിക്ക് നോക്കാൻ മടിയായി പോയി. കാരണം എനിക്ക് പറഞ്ഞ ദിവസം എനിക്ക് സംഖ്യ കൊടുക്കണം. എൻ്റെ കയ്യിൽ ഒരു വകയും അത് കൊടുക്കാനില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാതെ ഞാനാകെ പകച്ചു നിൽക്കുമ്പോഴാണ് എൻ്റെ ഉപ്പ പഠിപ്പിച്ചു തന്ന ആ പ്രാർത്ഥന എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ആ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എനിക്ക് സ്വതക്കയായി ഒന്നും കിട്ടിയില്ല, എനിക്ക് അനന്തര സ്വത്തുമായിട്ട് കിട്ടിയതുമല്ല, വേറെ എങ്ങനെയൊക്കെയോ അത്ഭുതകരമായ വഴിയിലൂടെ അല്ലാഹു തആല എനിക്ക് വലിയൊരു സംഖ്യ തന്നു. ഞാൻ ആ കടം വീട്ടി എന്ന് മാത്രമല്ല, പിന്നീടും എൻ്റെ കയ്യിൽ വലിയൊരു സംഖ്യ ബാലൻസായി ഉണ്ടായി. അതിൻ്റെ കാരണം എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മുത്തുനബി പഠിപ്പിച്ചു കൊടുത്ത ആ പ്രാർത്ഥന ഞാൻ ചൊല്ലിയത് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇന്ന് എത്രയോ കുടുംബങ്ങൾ വലിയ വലിയ സംഖ്യകൾ കടമായി എങ്ങനത് വീട്ടണമെന്നൊരു മറുവഴി കാണാതെ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു സമാധാനത്തിൻ്റെ വഴി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥനയാണ്. അല്ലാഹു തആല നമുക്ക് ചൊല്ലാനും അത് മനസ്സിലാക്കാനും അല്ലാഹു തആല ഓർമ്മ തരട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ആ പ്രാർത്ഥന പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കഴിയുന്നവരൊക്കെ അത് എഴുതിയെടുത്ത് ദിനംചര്യയായി കൊണ്ടു നടന്നാൽ മരിക്കുന്ന സമയത്തൊരു രൂപ കടമില്ലാതെ നമുക്ക് മരിച്ചു പോകാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മരിക്കുന്ന മനുഷ്യൻ ഷഹീദായിട്ട് മരിക്കുകയാണെങ്കിൽ അവൻ്റെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇല്ലദ്ദൈൻ, കടമുണ്ടോ അല്ലാഹു തആല പുറത്തു കൊടുക്കില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പോയി ഷഹീദായി മരിക്കുന്ന ഒരു വ്യക്തിയുടെ എല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കും, കടം പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടത്തിൻ്റെ ഗൗരവം എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ പ്രാർത്ഥന ദായിമാക്കിയാൽ ഹബീബിൻ്റെ വാക്കൊരിക്കലും വെറുതെയാകില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അല്ലാഹു തആല നല്ല ഇൽമു പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള ഓർമ്മയും ശക്തിയും ബുദ്ധിയും അല്ലാഹു തആല നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുലരുവോളം ഞാൻ കിടന്നു, ത്വാഹ വന്നില്ല, പാപിയാണെന്നാലുമെൻ്റെ ആശ തീർന്നില്ല. പുലരുവോളം
ലാതയൊന്നില്ല. കാത്തു കാത്തു ഞാൻ കിടന്നു, കാറ്റു വന്ന് കുളിരു തന്നു. കാത്തു കാത്തു ഞാൻ കിടന്നു, കാറ്റു വന്ന് കുളിരു തന്നു. കാത്തിടും പെരിയോനിൽ ഹംദ് ചൊല്ലിക്കിടന്നു. ത്വാഹത്തിങ്കൾ കാണുവാനായി കൽബ് കൊതിച്ചു. കനവിലൊന്ന് വിരുന്ന് വന്നാൽ എന്ന് മോഹിച്ചു. പുലരുവോളം ഞാൻ കിടന്നു, ത്വാഹ വന്നില്ല. പാപിയാണെന്നാലും എന്റെ ആശ തീർന്നില്ല. പൂമണം വീശും മദീന ഒന്നു കണ്ടില്ല. പാപി പാടിയ പാട്ടിലേഷ്കൽ ലാതയൊന്നില്ല.